ഷിസൂസ് കിഡ്സ് വേൾഡ്, a complete kids channel. ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും പിന്തുണയ്ക്കുകയും ചെയ്യുക. ജടായു, രാമനോടുള്ള സ്നേഹത്തിന്റെ ചിറകുകൾ. കൂട്ടുകാരെ, പണ്ട് പണ്ട് രാമായണ കാലത്ത് ജടായു എന്നു പേരുള്ള വലിയൊരു പക്ഷി ജീവിച്ചിരുന്നു. ഈ പക്ഷി വെറും ഒരു പക്ഷിയായിരുന്നില്ല. രാമനോട് അതിയായ സ്നേഹവും ഭക്തിയുമുള്ള ഒരു വലിയ ഗരുഡനായിരുന്നു. രാമന്റെ അച്ഛനായ ദശരഥ മഹാരാജാവിൻ്റെ ഒരു പഴയ കൂട്ടുകാരൻ കൂടിയായിരുന്നു ജടായു. അതുകൊണ്ട് തന്നെ രാമനെയും ലക്ഷ്മണനെയും സീതയെയും സ്വന്തം മക്കളെ പോലെയാണ് ജടായു സ്നേഹിച്ചിരുന്നത്. ജടായുവിൻ്റെ കാവൽ. ശ്രീരാമനും ലക്ഷ്മണനും സീതയും വനവാസത്തിന് പോയപ്പോൾ അവർ ദണ്ഡകാരണ്യം എന്ന പേരുള്ള ഒരു വനത്തിൽ പർണശാല കെട്ടി താമസിച്ചു. ഈ സമയം ജടായു എല്ലാ ദിവസവും അവരെ കാണാൻ വരുമായിരുന്നു. രാമനും ലക്ഷ്മണനും സീതയും പുറത്തു പോകുമ്പോൾ ആ പർണശാലയ്ക്ക് കാവലായി ജടായു അവിടെ തന്നെ ഉണ്ടാകും. ഒരു വലിയ പക്ഷിയായതുകൊണ്ട് ആരെങ്കിലും സീതയെ ഉപദ്രവിക്കാൻ വന്നാൽ താൻ തടയുമെന്ന് ജടായു രാമന് വാക്കുകൊടുത്തിരുന്നു. സീതയെ രക്ഷിക്കാൻ പറന്നുയർന്ന ജടായു. ഒരു ദിവസം രാമനും ലക്ഷ്മണനും മാനുകളെ തേടി കാട്ടിലേക്ക് പോയിരുന്ന സമയം സീത പർണശാലയിൽ ഒറ്റക്കായിരുന്നു. ഈ തക്കം നോക്കി രാവണൻ എന്ന ദുഷ്ടനായ രാക്ഷസ രാജാവ് സീതയെ തട്ടിക്കൊണ്ടുപോകാനായി വന്നു. രാവണൻ സീതയെ തട്ടിയെടുത്ത് ആകാശത്തിലൂടെ ലങ്കയിലേക്ക് പറന്നു പോവുകയായിരുന്നു. അതുവഴി പറന്നു പോവുകയായിരുന്ന ജടായു ഇത് കണ്ടു. താൻ രാമന് കൊടുത്ത വാക്ക് ഓർമ്മ വന്നു. സീതയെ രക്ഷിക്കാൻ അവൻ ഉടൻ തന്നെ രാവണന്റെ പിന്നാലെ പാഞ്ഞു. ജടായുവിന് പ്രായമുണ്ടായിരുന്നു. പക്ഷേ അവന്റെ മനസ്സിൽ രാമനോടുള്ള ഭക്തിയും സീതയോടുള്ള സ്നേഹവും നിറഞ്ഞു നിന്നു. ദുഷ്ട, സീതയെ വിട്ടുകളയൂ. ധർമ്മത്തിന് വിരുദ്ധമായ ഈ പ്രവൃത്തി നിർത്തൂ എന്ന് ജടായു രാവണനോട് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ജടായു രാവണനുമായി വലിയൊരു യുദ്ധം ആരംഭിച്ചു. അവന്റെ കൂർത്ത കൊക്കുകളും ശക്തമായ ചിറകുകളും ഉപയോഗിച്ചുകൊണ്ട് രാവണനെ ആക്രമിച്ചു. രാവണന്റെ ആകാശരഥം തകർന്നു. അവന്റെ വില്ലൊടിഞ്ഞു. ജടായുവിന്റെ ധീരമായ പോരാട്ടത്തിൽ രാവണൻ പരിഭ്രമിച്ചു. പക്ഷേ രാവണൻ ഒരു വലിയ രാക്ഷസനായതുകൊണ്ട് വളരെ ശക്തിയുള്ളവനായിരുന്നു. ദേഷ്യം വന്ന രാവണൻ തൻ്റെ ചന്ദ്രഹാസം എന്ന വാൾ ഉപയോഗിച്ച് ജടായുവിൻ്റെ ചിറകുകൾ വെട്ടിക്കളഞ്ഞു. ചിറകുകൾ നഷ്ടപ്പെട്ട ജടായുവിന് പറക്കാൻ കഴിയാതെയായി. അവൻ വേദനയോടെ നിലവിളിച്ചുകൊണ്ട് താഴേക്ക് വീണു. രാവണൻ സീതയുമായി ലങ്കയിലേക്ക് രക്ഷപ്പെട്ടു. രാമൻ ജടായുവിനെ കണ്ടുമുട്ടുന്നു. രാമനും ലക്ഷ്മണനും പർണശാലയിൽ തിരിച്ചെത്തിയപ്പോൾ സീതയെ കണ്ടില്ല. അവർ സീതയെ അന്വേഷിച്ച് കാട്ടിലൂടെ നടന്നു. അപ്പോഴാണ് അവർക്ക് നിലത്ത് അവശനായി കിടക്കുന്ന ജടായുവിനെ കാണാൻ സാധിച്ചത്. രാമൻ വേഗം ജടായുവിൻ്റെ അടുത്തെത്തി. വേദനയോടെ ജടായു രാമനോട് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. രാവണനാണ് സീതയെ തട്ടിക്കൊണ്ടുപോയതെന്നും അവൻ തെക്കോട്ട് പോയെന്നും ജടായു രാമനെ അറിയിച്ചു. ജടായുവിൻ്റെ ഈ വാക്കുകൾ കേട്ടതും തനിക്ക് വേണ്ടി സ്വന്തം ജീവൻ ബലികഴിച്ച ആ പക്ഷിയെ രാമൻ വാത്സല്യത്തോടെ ചേർത്തു പിടിച്ചു. ജടായുവിൻ്റെ ആത്മാർത്ഥമായ ഭക്തിയിൽ രാമൻ അതീവ സന്തുഷ്ടനായി. രാമൻ സ്വന്തം കൈകൊണ്ട് ജടായുവിന് മോക്ഷം നൽകി. ജടായുവിൻ്റെ കഥ നൽകുന്ന പാഠം. ജടായുവിൻ്റെ കഥ നമുക്ക് നല്ല പല പാഠങ്ങളും നൽകുന്നുണ്ട്. ആത്മാർത്ഥമായ ഭക്തിയും സ്നേഹവും. രാമനോടുള്ള ജടായുവിൻ്റെ സ്നേഹം എത്ര വലുതായിരുന്നുവെന്ന് ഈ കഥ കാണിക്കുന്നു. ധീരത. തനിക്ക് അപകടം വരും എന്നറിഞ്ഞിട്ടും മറ്റൊരാളെ സഹായിക്കാൻ ജടായു ധൈര്യത്തോടെ മുന്നോട്ട് വന്നു. വാക്കുപാലിക്കൽ. രാമന് കൊടുത്ത വാക്ക് ജടായു സ്വന്തം ജീവൻ കൊടുത്തിട്ടും പാലിച്ചു. ത്യാഗം. മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം ജീവൻ പോലും ബലി കഴിക്കാൻ ജടായു തയ്യാറായി. ജടായുവിൻ്റെ ധീരവും
ഭക്തി നിർഭരവുമായ ഈ കഥ നമുക്ക് എന്നും പ്രചോദനമാണ്.